ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2 മാസത്തെ അവധി കഴിഞ്ഞിട്ട് ഇന്ന് സ്കൂൾ തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ നമ്മുടെ വിശേഷങ്ങളും സ്കൂളിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പതിവിലും നേരത്തെ തന്നെ ഇന്ന് എഴുന്നേറ്റിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഷടപടേന്ന് ചെയ്യണം. പിള്ളേർ പോകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആവും വേണം. പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ആയ കാരണം ലച്ചുവിൻ്റെ സ്കൂളിലേക്ക് ഞാൻ കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും കാര്യങ്ങളൊക്കെ വേഗം ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ശ്രീകുട്ടനാണെങ്കിൽ പിന്നെ ഇപ്രാവശ്യം 7ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അവൻ കുറച്ച് മുതിർന്ന കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോവുക. അവനെ കൊണ്ടുപോകാനായിട്ട് ഓട്ടോ വരും. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ അവൻ പോയി ഉച്ചയ്ക്ക് തിരിച്ച് വരികയാണ് ചെയ്യുക. അപ്പോൾ ലച്ചുവിനെ ഞാൻ കൊണ്ടാക്കിയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടുവരും വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. പിന്നെ അവളെ ക്ലാസ്സും കാര്യങ്ങളും ടീച്ചറെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഇഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന എന്തെങ്കിലും പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് സാമ്പാറും എൻ്റെ പണിയും രാവിലെ തന്നെ കഴിഞ്ഞ് വയ്ക്കുമല്ലോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കും അത് തന്നെ കഴിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയി ഉച്ച നേരത്തൊക്കെ ആവും തിരിച്ച് വരിക. ഒരു സമയത്ത് പിന്നെ വന്നിട്ട് ഒന്നും ഉണ്ടാക്കാനും നേരം ഉണ്ടാവില്ല. പിന്നെ രാവിലെ തന്നെ എല്ലാം കൂടി പണികളും ചെയ്താലും എനിക്ക് പറ്റില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഓടി നടന്ന് പണികൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തലവേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം തന്നെ പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഡലി ആകുമ്പോൾ പിന്നെ എന്തായാലും നമ്മൾക്ക് സാമ്പാർ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കും കഴിക്കാമല്ലോ. അങ്ങനെ തന്നെയാണ് എൻ്റെ പതിവ്. അപ്പോൾ നമ്മളിതാ ഇഡലി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാത്രം കണ്ടില്ലേ, അത് ഞാൻ ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു പാത്രത്തിന് 400 രൂപയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ കാരണം നമ്മൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ മേടിക്കുന്ന കടയിലൊക്കെ പോയി നമ്മൾ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇച്ചിരി റേറ്റ് കുറവാണെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അത് ഞാനിപ്പോൾ വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇഡലി മാവും ദോശമാവും ഒക്കെ കലക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും എടുത്ത് വെക്കാമല്ലോ. മറ്റത് നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ ഇഡലിപ്പാത്രത്തിലാണ് അരച്ച് വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പൊങ്ങി പുറത്തേക്ക് പോവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിലാകുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പാത്രത്തിൽ വെച്ചത് കേട്ടോ. പിന്നെ നമ്മളിതാ സാമ്പാർ വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഇത്രയും പച്ചക്കറികൾ ഉണ്ടെങ്കിൽ എനിക്കൊരു സാമ്പാർ തട്ടിക്കൂട്ടാട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ പരിപ്പൊക്കെ വേവിച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട്. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ കഷ്ണങ്ങളും കൂടിയിട്ട് ഒരുമിച്ച് പരിപ്പും ഒക്കെ കൂടിയിട്ടാണ് ഞാൻ സാമ്പാർ വെക്കാറുള്ളത്. മിട്ടുകുട്ടിയേ, മിട്ടുകുട്ടിയേ, അപ്പോൾ ഞാനത് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മേന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തേക്ക് പോയതാണ് കേട്ടോ. നമ്മുടെ ലച്ചും ശ്രീകുട്ടനൊക്കെ വിളിക്കണ കേട്ടിട്ട് ആൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പോലെ വർത്താനവും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഫോണായിട്ട് ചെന്നപ്പോൾ പിന്നെ നോക്കിയിട്ട് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ ഞാനിതാ സാമ്പാർ വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ പരിപ്പും നമ്മുടെ കഷ്ണങ്ങളും പൊടികളും എല്ലാം ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് വേവിക്കുകയാണ് ചെയ്യുക. പിന്നീട് അതിലേക്ക് നമ്മൾ വറുത്തരച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ തേങ്ങ. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ഇവിടെ സാമ്പാർ വെക്കാറ്. എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ ഇനി ചട്നിയിലേക്കും സാമ്പാറിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ട്രിപ്പ് ആയിട്ട് ഇഡലി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതൊന്ന് ചൂടാറിയിട്ടാണല്ലോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തട്ടിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടാറാനായിട്ട് വയ്ക്കും. പിന്നെ അതിൽ നിന്ന് എടുത്തിടും. പിന്നെ അപ്പോഴേക്കും നമ്മൾ ചോറ് വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസം തന്നെ കലത്തിൽ വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കും. അപ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ചോറും കാര്യങ്ങളൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് തീയൊക്കെ പൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ലച്ചുവിന് സ്കൂളിൽ പോണ കാലമായ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം നിർബന്ധമാണ്. അപ്പോൾ ഈ അരി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ മുകളിൽ വെള്ളം വെക്കും കേട്ടോ ചൂടാവാനായിട്ട്.
അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി ഇടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള അരി തന്നെയാണ് വെക്കണത്. അപ്പോൾ അതിലോട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇളക്കിയിട്ട് വെക്കും. അതിനുശേഷം നല്ലപോലെ കഴുകി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് വയ്ക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് പിള്ളേരെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുണർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നാളും 10 മണിക്കൊക്കെയാണ് എഴുന്നേറ്റുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ എഴുന്നേൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി വിളിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചത് ഒന്ന് വാട്ടിയിട്ടാണ് ഞാൻ ഇടാറുള്ളത്. പിന്നെ തേങ്ങയൊക്കെ അരച്ച് വെച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ചു. അതിനുശേഷം ഇതാ വന്നിട്ടാണ് പിന്നെ ബാക്കി സാമ്പാറിൻ്റെ പണികളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാതും കഴിഞ്ഞ് പിന്നെ പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് ഒരുക്കി അവർക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീകുട്ടൻ അവൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അവൻ്റെ പുതിയ യൂണിഫോമാണ് കേട്ടോ. പുതിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പഴയ യൂണിഫോമൊക്കെ മാറി പുതുതായിട്ട് ഇക്കൊല്ലം ഈ ഒരു യൂണിഫോമാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് അവൻ്റെ ചായയൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ വണ്ടി കാത്ത് നിൽക്കുകയാണേ. അപ്പോൾ അത് അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഉമ്മറത്തേക്ക് ചായ കുടിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ചേട്ടന് 9 മണിക്കൊരു ഓട്ടം ഉണ്ട്. അപ്പോൾ പോണ വഴിയിൽ ഞാൻ എന്നെ ലച്ചുവിൻ്റെ സ്കൂളിൽ ആക്കി തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇതാ ശ്രീകുട്ടൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവ അതിൽ കയറി പോവുകയാണ്. അപ്പോൾ ലച്ചും ഇതിൽ തന്നെയാണ് പോവുക. 2ാമത്തെ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ദിവസമായ കാരണം ഞങ്ങളാണ് കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും. അപ്പോൾ അതാ അവൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ വീടൊക്കെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സുകളൊക്കെ അങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ പോണേറ്റ് മുന്നായിട്ട് ഇന്ന് കൊണ്ടുപോകേണ്ട 1-2 സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ പേരൊക്കെ എഴുതി ഒട്ടിക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അത് എഴുതി ഒട്ടിക്കുകയാണ് കേട്ടോ. ബോക്സിൻ്റെ മുകളിലൊന്നും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ബുക്കാണൊന്ന് കൊണ്ടുപോകണ്ടോ, അതിൻ്റെ മുകളിലൊന്നും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ശരിയാക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് അവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഞങ്ങളതിനെ അവിടെ കൊണ്ടാക്കിയിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ലച്ചുവിൻ്റെ സ്കൂളിൽ വന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. കാരണം അവർ 1ാം ക്ലാസ്സിലത്തെ കുട്ടികളെ 2ലേക്ക് കൊണ്ടുപോവുകയും 2ാമത്തെ 3ലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പുതുതായിട്ട് നമ്മുടെ 1ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ടീച്ചർമാർ വന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ലച്ചുവിൻ്റെ ക്ലാസ്സിലേക്ക് ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവിടെ വന്ന ടീച്ചർ അവർക്ക് ബുക്ക് കൊടുക്കാനുള്ളതും പിന്നെ മിഠായി ഒക്കെ കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെ വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും 1-2 അമ്മമാരൊക്കെ ആണ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളെ തന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു സെൽഫി എടുക്കാൻ പറ്റുന്ന പോലെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എല്ലാവരെയും എടുത്തിട്ട് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോയതാണ് കേട്ടോ അവർ. അങ്ങനെ ഇന്നത്തെ ലച്ചുവിൻ്റെ സ്കൂളിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അവളും കൂടി തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ റോട്ടിൽ നിന്ന് ഒരു ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് അവസാനം ഓട്ടോ ഒക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയപ്പോഴാണ് വീടിൻ്റെ കോലം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ബാത്റൂമിൻ്റെ ചെറിയൊരു പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ വൃത്തിയാക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നാലും ചെറിയൊരു സന്തോഷമുണ്ട്. നമ്മുടെ വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛനും അമ്മയൊക്കെ വയസ്സായിട്ട് വരികയല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു റൂമിൽ ബാത്റൂം സെറ്റാക്കുകയാണ്. പിന്നെ ആ ശ്രീകുട്ടനെ കാത്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ മാത്രം ഇതൊന്നും കണ്ടാൽ പോരാ, മറ്റുള്ളവരും ഇതൊക്കെ കാണട്ടെ എന്ന് ആഗ്രഹമുള്ളവർ ഹൈപ്പും കൂടി ചെയ്യും.